ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീനോഷി ഫ്രം ലിറ്റിൽ ബേസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ആഗ്രഹം സാധിക്കുന്ന ഒരു ദിവസമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഐ ആം സോ ഹാപ്പി ബിക്കോസ് എൻ്റെ ഒരു ഡ്രീമാണ് സക്സസ് ആകാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നല്ലേ ഗൈസ്, വേറെ ഒന്നുമല്ല ഗൈസ്, ഒരു കവായി സ്റ്റിക്കറാണ്. അപ്പോൾ അതെൻ്റെ 3 മാസത്തെ ആഗ്രഹമായിരുന്നു, അത് ലേറ്റസ്റ്റ് ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ എന്ത് ചെയ്തു, എക്സാമിൻ്റെ 10 ദിവസം മുമ്പ് ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ പാരൻസ് പറയണ്ടല്ലേ, പാരൻസ് പിന്നെ എക്സാം ആവട്ടെ, അപ്പോൾ എക്സാം നല്ല മാർക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങി തന്നു. അപ്പോൾ അങ്ങനെ നല്ല മാർക്കൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ കവായ് സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കവായ് സ്റ്റിക്കർ. അപ്പോൾ ഇതിന് ആമസോണിൽ 297 റുപ്പീസിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു പർപ്പിൾ തീമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ കളറാണ്, പക്ഷെ എന്തോ എനിക്ക് പർപ്പിളാണ് കിട്ടിയത്. സോ അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ട്, കാര്യങ്ങൾ കണ്ടോ, ഇതൊക്കെ ഡാമേജസ് ആണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല ഗൈസ്, എനിക്ക് സ്റ്റിക്കേഴ്സ് നല്ലതായപ്പോൾ അതേ. അപ്പോൾ ഡാമേജസ് 2-3 ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആമസോണിൽ വൈകുന്നേരമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ തൊക്കി. സോ ഇതാണ് നമ്മുടെ തനു കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ അടുത്ത് ഇത് എങ്ങനെ അൺബോക്സ് ചെയ്യാമെന്നൊക്കെ എങ്ങനെ കണ്ടു നിൽക്കാൻ വേണ്ടി വന്നതാണ്. സോ ലെറ്റസ് അൺബോക്സ്. അപ്പോൾ എനിക്കിങ്ങനെ അൺബോക്സ് ചെയ്യാമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ സോ മച്ച് ഹാപ്പി. എൻ്റെ മനസ്സിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൻ്റെ ഹാർട്ടോട് നിറയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. എൻ്റെ ഒരു 3 മാസത്തെ ഒരു ഡ്രീമാണ് സക്സസ് ആയെന്ന് പറയുമ്പോൾ എന്തോ പോലെയല്ലേ ഗൈസ്. അങ്ങനെ ഇതേപോലെ പേപ്പർ കട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. കാരണം പേപ്പർ കട്ടറാണ് ഒന്നും കൂടി കംഫർട്ടബിൾ ഇത് കട്ട് ചെയ്യാൻ കേട്ടോ. സോ അങ്ങനെ ഇതൊക്കെയാണ്. പക്ഷേ സ്റ്റിക്കേഴ്സിൽ പ്രശ്നം എന്താ വെച്ചാൽ സ്റ്റിക്കേഴ്സൊക്കെ ഡിസോർഡറായി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടുത്തെ സ്റ്റിക്കേഴ്സ് ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്, മറ്റ് സ്റ്റിക്കേഴ്സ് അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. സോ അങ്ങനെ ലാസ്റ്റ് ഈ വരെയും കൂടി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാം ഗായ്സ്. സോ അപ്പോൾ ഇനി ഇതിൻ്റെ മേലത്തെ ഔട്ടർ കവറാണ് നമ്മൾ പൊളിക്കാൻ പോണത്. സോ അപ്പോൾ ബാസ്കറ്റ് ബോളൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മളുടെ ഉപ്പ് തന്നത് കേട്ടോ ഈ ഒരു സാധനം. സോ അങ്ങനെ എക്സൈറ്റ്മെൻറ്റിലൂടെ നമ്മൾ തന്നിട്ടുണ്ട്. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ എൻ്റെ അനിയത്തിനെ പോലും ആ ഒരു സ്റ്റിക്കർ തൊടാൻ അയച്ചിട്ട് പോലുമില്ല ഗൈസ്. ഇതേപോലെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് തന്നെ ഇതിനെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ 10/10 എനിക്ക് റേറ്റ് ചെയ്യാമുള്ളൂ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ സൈസ് കുറഞ്ഞു എന്നൊരു സംശയം. കാരണം ഞാൻ കുറച്ച് സൈസ് കൂട്ടി ഉദ്ദേശിച്ചു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല ഗൈസ്. എന്നാലും സൈസ് ചെറുതാകാൻ പറ്റിയ കാലം ഗൈസ്. സ്റ്റിക്കേഴ്സൊക്കെ വളരെ നല്ല സൂപ്പർ കിടിലമായിരുന്നു. കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. 100 സ്റ്റിക്കേഴ്സ് ഷീറ്റ്സ് ഉണ്ടായിരുന്നു, സ്റ്റിക്കേഴ്സ് അല്ല. പിന്നെ 500+ സ്റ്റിക്കേഴ്സാണ് അതിലുള്ളത്. ചിലതൊക്കെ പ്രിൻ്റ് ഔട്ട്സ് മാത്രമാണ്, സ്റ്റിക്കേഴ്സ് ഒന്നും കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ തനിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് 4-3 കൊടുക്കുന്നൊക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ ശരിക്കും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെയൊക്കെയാണ്. കാരണം നമ്മൾ വേറെ ഡിസോർഡറായി പിടിച്ചാൽ അത് ചിലപ്പം താഴേക്ക് വീണു സ്റ്റിക്കേഴ്സൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണേ. എന്തായാലും ഇപ്പം എന്തായാലും നല്ല രസമുണ്ട്, സ്റ്റിക്കേഴ്സൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് എനിക്ക് കാണിച്ചു തരാൻ പോലും പറ്റില്ല ഗൈസ്, ഇങ്ങനെയൊരവസ്ഥ. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. സോ ഇതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഹാലോവീൻ തീമിലുണ്ട്, അതേപോലെ പിങ്ക് തീമിലുണ്ട്, പിന്നെ കുറേ യെല്ലോ തീമിലുണ്ട്, പിന്നെ ചോക്ലേറ്റ് തീം, ഫുഡ് തീം, അതേപോലത്തെ കോക്കനട്ട് തീം, അങ്ങനെ കുറേ തീം. ഈവൻ ഗ്രീൻ തീം, അഥവാ എൻ്റെ ഫേവറേറ്റ് കളറായ ഗ്രീൻ വരെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാതും അറേഞ്ച്മെൻറ്റൊക്കെ ഞാനാണ് ചെയ്തത് കേട്ടോ. സത്യം പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് സ്റ്റിക്കേഴ്സ് കിട്ടിയെങ്കിലും അറേഞ്ച്മെൻറ്റൊക്കെ ഞാൻ നല്ല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവസാനം അറേഞ്ചൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം എങ്ങനെയും സാധ്യമാവും എനിക്കറിയില്ല. കാരണം ഒരാഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ 2-3 വർഷം എടുക്കുമല്ലോ. വെറും 3 മാസം കൊണ്ട് എൻ്റെ ആഗ്രഹം സാധിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സോ കോക്കനട്ട് ഉണ്ട്, കുറേ തീം ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ തീമും നല്ല ഇഷ്ടപ്പെട്ടു. ചില തീംസൊക്കെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനൊക്കെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. സോ ആപ്പിൾ തീമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഓട് വണ്ണായ തീമാണ് ഈ ഒരു തീം. ഇത് സത്യം പറഞ്ഞാൽ ഇവർ മിസ്റ്റേക്കിലി വന്നതാണെന്ന് തോന്നുന്നു. ഒരു ആസ്ട്രോണോട്ട് തീമാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതിന് വലുത് 20 ഷീറ്റ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു. സോ ഇതാണ് വെറുതെ മിസ്റ്റേക്കിലി വന്നതാണ്. ഇങ്ങനത്തെ 4 പീസ് ഉണ്ട് കേട്ടോ ഈ ഒരു ആസ്ട്രോണോട്ടിൻ്റെ പോലത്തെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു തീം കിട്ടിയില്ലേ, അപ്പോൾ കുഴപ്പമില്ല. എന്നാലും നല്ല ഇഷ്ടപ്പെട്ട് ഭയങ്കര സാധനമാണ് ഗൈസ്. വേറെ ഏതൊക്കെയാണ് വാങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ഗ്രീൻ തീമാണ്. നമ്മുടെ തനു ഇവിടെ ഏതൊക്കെ എടുക്കണമെന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം തനുക്ക് വേണ്ട പറഞ്ഞിട്ട് കുറേ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ഔട്ടർ കവറൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഇഷ്ടപ്പെട്ട് പറഞ്ഞാലും എൻ്റെ ഇഷ്ടപ്പാട് തീരൂല ഗൈസ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും എല്ലാ സമയത്തും ഞാൻ അതേപോലെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. കാരണം എല്ലാം കണ്ടു കഴിഞ്ഞില്ല, ഇനി എന്തിനാണ് ഇനി പിന്നെ കാണിക്കണത്. കുറേ തീമുണ്ട്, അതാണ് എനിക്ക് സ്പെഷ്യലായി പറയാൻ പോണത്. അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു വയ്ക്കുമ്പോൾ നല്ല സുഖമാണ് ഗൈസ്. എന്താ സുഖമല്ലേ. അപ്പോൾ ജേർണലൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് കേട്ടോ. ശരി, കണ്ടില്ല ഗൈസ്. അപ്പോൾ നമ്മളെ തനു ഇതിനൊരു കണ്ണ് വെക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് തട്ടിപ്പറിച്ച് കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തുകൊണ്ടേ. സോ അപ്പോൾ അതായിരുന്നു നമ്മുടെ കവായ് സ്റ്റിക്കറിൻ്റെ ആ ഒരു സ്റ്റോറിയും. അപ്പോൾ നല്ല രസമുണ്ട്, സൂപ്പർ അടിപൊളിയാട്ടോ. അത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.